വിജയം എന്നത് ഒരു ലോട്ടറി ഒന്നുമല്ല. അതൊരു മാരത്തൺ ആണ്. എത്ര തടസ്സങ്ങൾ വന്നാലും തളരാതെ മടുപ്പില്ലാതെ നിരന്തരം പരിശ്രമിക്കുന്നവർക്ക് മാത്രമേ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റൂ. നമ്മൾ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് പഠിച്ച ഋഗ്വേദ മന്ത്രത്തിൽ അശ്രമിഷ്ഠാഹ എന്നൊരു വാക്ക് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് നിരന്തരം അത്യധ്വാനം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. കൺസിസ്റ്റന്റ് ഹാർഡ് വർക്ക്. ചിലർ പറയും ഹാർഡ് വർക്ക് അല്ല വേണ്ടത്, സ്മാർട്ട് വർക്ക് ആണ് എന്ന്. പക്ഷെ യാഥാർത്ഥ്യം രണ്ടും വേണമെന്നത് തന്നെയാണ്. മാത്രമല്ല അതിൽ കൺസിസ്റ്റൻസി എന്ന ഒരു ചേരുവ കൂടി ചേർക്കുകയും വേണം. അതായത് സ്മാർട്ട് വർക്ക് പ്ലസ് ഹാർഡ് വർക്ക് പ്ലസ് കൺസിസ്റ്റൻസി ഈസ് ഈക്വൽ ടു എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട്. അപ്പോൾ എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മാർട്ട് വർക്ക് പ്ലസ് ഹാർഡ് വർക്ക് പ്ലസ് കൺസിസ്റ്റൻസി. സ്ഥിരതമായ പ്രവൃത്തി. സ്മാർട്ടായിട്ട് പണിയെടുക്കണം, ഹാർഡായിട്ട് പണിയെടുക്കണം, ഒപ്പം കണ്ടിന്യൂസ് ആയിട്ട് പണിയെടുക്കണം. ദെൻ ഓൺലി വി വിൽ ഗെറ്റ് എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട്സ്. നിങ്ങൾ 10,000 റൂളിനെ കുറിച്ച് ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. പലരും കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇത്. അതായത് ഒരു കാര്യത്തിൽ വൈദഗ്ധ്യം നേടാൻ എക്സ്പേർട്ടായി മാറണമെങ്കിൽ 10,000 മണിക്കൂർ പരിശീലനം വേണമെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് വെറൊരു സമയമല്ല, ലക്ഷ്യബോധത്തോടെയുള്ള പരിശീലനമാണ് നമുക്ക് വേണ്ടത്. 10,000 മണിക്കൂർ ഒരു ലക്ഷ്യബോധമില്ലാതെ എന്തെല്ലാമോ പരിശീലിച്ചിട്ട് കാര്യമില്ല. എന്നാൽ ഇന്നത്തെ വർക്ക് കൾച്ചർ ഇങ്ങനെ അല്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ട് ഈ കഠിനാധ്വാനം എന്നതിനെ നെഗറ്റീവായാണ് പലരും കാണുന്നത്. കഠിനാധ്വാനം എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടാണ് കാണുന്നത്. മോഡേൺ വർക്ക് കൾച്ചറിൻ്റെ പ്രധാന പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയോ? അത് തളർച്ചയെ മഹത്വവൽക്കരിക്കുക. തളരുന്നത് അതങ്ങനെ ഒരു സംഗതി എവിടെയും പറഞ്ഞിട്ടില്ല. വർക്ക് ലൈഫ് ഇംബാലൻസസ് സൃഷ്ടിക്കുക, ഹെൽത്തിനെ സാക്രിഫൈസ് ചെയ്യുക, ബന്ധങ്ങളെ അവഗണിക്കുക, ഇതൊന്നും നല്ലതല്ല. നമുക്ക് വേണ്ടത് സസ്റ്റൈനബിൾ ആയ ഒരു ഹാർഡ് വർക്ക് മോഡലാണ്. സസ്റ്റൈനബിൾ ഹാർഡ് വർക്ക് മോഡൽ. ഋഗ്വേദം പറയുന്നത് അശ്രമിഷ്ഠാഹ എന്നാണ്. നിരന്തരമായ അത്യധ്വാനത്തിൽ, പക്ഷെ തളർച്ചയ്ക്ക് സ്ഥാനമില്ല. ഒരു മാരത്തൺ ഓട്ടക്കാരനെ പോലെ സ്പീഡ് കൺട്രോളിലൂടെ തളർച്ചയില്ലാതെ മുന്നോട്ട് പോവുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. മാരത്തൺ ഓട്ടക്കാരൻ അങ്ങനെയല്ലേ? അയാൾ സ്പീഡ് കൺട്രോളിലൂടെയാണ് ചെയ്യുന്നത്. ആദ്യം വലിയ സ്പീഡ് എടുത്തു, പിന്നെ അവസാനത്തേക്ക് തളർന്നു പോയി. അങ്ങനെയല്ല, സ്പീഡ് കൺട്രോളും ഉണ്ട്. നമ്മൾ പഠിക്കേണ്ടതാണെന്നർത്ഥം. നമ്മുടെ ഊർജത്തെ കൃത്യമായി നിയന്ത്രിച്ച് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് വേദം പറയുന്നത്. ഊർജ നിയന്ത്രണത്തിനുള്ള ചില രീതികളാണ് ഇവിടെ നമ്മൾ പഠിക്കേണ്ടത്. സത്യം പറഞ്ഞാൽ പലർക്കും അത് അറിഞ്ഞുകൂടാ. നമ്മൾ നമ്മുടെ ഏറ്റവും പ്രൊഡക്റ്റീവായ സമയം കണ്ടെത്തണം ആദ്യം. ചിലർക്കത് രാവിലെ ആവും, ചിലർക്കത് ഉച്ചയ്ക്കായിരിക്കും, ചിലർക്കത് വൈകുന്നേരമാവും. നിങ്ങൾക്ക് കഠിനം എന്ന് തോന്നുന്ന ജോലികളൊക്കെ ആ പ്രൊഡക്റ്റീവായ സമയത്ത് ചെയ്യാം. ലഘുവായ ജോലികൾ നമുക്ക് വലിയ എന്താ പറയുക, ഒരു ഊർജം ഇല്ല എന്ന് തോന്നും, ആ സമയത്ത് മാത്രം ചെയ്യാം. ജോലി സമയം 90 മിനിറ്റിൻ്റെ ബ്ലോക്കുകളാക്കി തിരിക്കുക. ആ 90 മിനിറ്റ് അൾട്രാ ഫോക്കസോടെ നമ്മൾ വർക്ക് ചെയ്യുക. എന്നിട്ട് 10 മുതൽ 15 മിനിറ്റ് വരെ സജീവമായ വിശ്രമം നമ്മൾ ഏറ്റെടുക്കുക. അത് ആക്റ്റീവ് റെസ്റ്റ് എടുക്കുക. 10 മുതൽ 15 മിനിറ്റ് വരെ. ആക്റ്റീവ് റെസ്റ്റ് എന്നാൽ ഫോൺ നോക്കിയിരിക്കലല്ല, ഉറങ്ങലല്ല. കാരണം ഫോൺ നോക്കുന്നതും ഒരു ആക്റ്റീവ് വർക്ക് തന്നെയാണ്. അത് വർക്കായിട്ടാണ് ബ്രെയിനിന് മനസ്സിലാവുന്നത്. മറിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലഘു വ്യായാമം, അല്ലെങ്കിൽ ധ്യാനം, അതും അല്ലെങ്കിൽ ശാന്തമായ എന്തെങ്കിലും ഹോബികൾ. ഇതൊക്കെ ബ്രെയിനിനെ റീസെറ്റ് ചെയ്യാൻ സഹായിക്കും, സ്ട്രെസ് കുറയ്ക്കും. അടുത്ത വർക്ക് ബ്ലോക്കിനുള്ള ഊർജത്തെ നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെയൊന്നുണ്ട്. അതാണ് എവറി 90 മിനിറ്റ്സിൽ നമ്മൾ ഇത് പരിശീലിച്ചുകൊണ്ടേയിരിക്കണം. മറ്റൊരു കാര്യം, പല കഴിവുകൾ ഒരുമിച്ച് വികസിപ്പിക്കുക എന്നതാണ്. വായനാശീലം വളർത്താൻ പബ്ലിക് സ്പീക്കിംഗ്, അല്ലെങ്കിൽ കോഡിംഗ്, ഡ്രൈവിംഗ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്കില്ല് പഠിക്കൽ, ചിത്രം വര, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ്, ഇതിലേതെങ്കിലും ഒന്നിൽ
മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ പല പല കഴിവുകൾ ഒരുമിച്ച് വികസിപ്പിക്കുക. നമുക്ക് സാധിക്കും അത്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഫിസിക്സിൻ്റെ പീരീഡ് കഴിഞ്ഞ് കെമിസ്ട്രിയുടെ പീരീഡ്, ഇംഗ്ലീഷിൻ്റെ പീരീഡ്, ഹിന്ദിയുടെ പീരീഡ്, അങ്ങനെ തിരിച്ചിട്ടില്ലേ? അത് നമുക്ക് പറ്റുന്നതുകൊണ്ടാണ്. നമ്മുടെ കോമ്പൗണ്ട് ഗ്രോത്ത് എഫക്റ്റിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കോമ്പൗണ്ട് ഗ്രോത്ത് എഫക്റ്റ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതായത് ദിവസേന 1% സ്വയം മെച്ചപ്പെടുത്തൽ നമ്മൾ നടത്തുകയാണെങ്കിൽ ഒരു വർഷത്തിൽ 37 മടങ്ങ് മികവുണ്ടാക്കാൻ നമുക്ക് സാധിക്കും എന്നതാണ് കോമ്പൗണ്ട് ഗ്രോത്ത് എഫക്റ്റ് എന്ന് പറയുന്നത്. ദിവസേന 1% മെച്ചപ്പെടുത്തിയാൽ മതി, 1%. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു വർഷത്തിൽ 37 ഇരട്ടി നമുക്ക് മികവുണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് പറയും. ഇതൊരു മാത്തമാറ്റിക്കൽ ട്രൂത്താണ്. നമ്മൾ വായിക്കുകയാണെങ്കിൽ 1 പേജ് കൂടി അധികം വായിക്കുക. 100 പേജ് ദിവസവും വായിക്കുന്നു, 1 പേജ് കൂടി 101 പേജ് വായിക്കാൻ ശ്രമിക്കുക. നമ്മൾ കച്ചവടം ചെയ്യുന്ന ആളാണെങ്കിൽ 1 സെയിൽസ് കൂടി അധികം നടത്താൻ ശ്രമിക്കുക. ഒറ്റ സെയിൽസ്, 1 സെയില്. അടുത്തത് 1 കസ്റ്റമറോട് കൂടി അധികം സംസാരിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ചെറിയ വർധനവുകൾ, അൾട്ടിമേറ്റ്ലി വലിയ എഫക്റ്റാണ് ഈ ചെറിയ വർധനവുകൾ സൃഷ്ടിക്കാൻ പോകുന്നത്. ദിവസവും കുറഞ്ഞത് 2 മണിക്കൂർ ഫോണും മറ്റ് തടസ്സങ്ങളും മാറ്റിവെച്ച് നമ്മുടെ ലക്ഷ്യത്തിനായിട്ട് കഠിനാധ്വാനം ചെയ്ത് നിങ്ങളൊന്ന് നോക്കൂ. വിജയം സുനിശ്ചിതമാണ്, സംശയം വേണ്ട. അപ്പോൾ വേദം പറഞ്ഞ വിജയത്തിൻ്റെ ത്രിമൂർത്തി രഹസ്യത്തെ നമുക്ക് ഒരിക്കൽ കൂടി ഓർത്തെടുക്കാമെന്ന് തോന്നുന്നു. അതന്ത്രാസഹ എന്നതാണ് ഒന്ന്, ഉണർന്ന് പ്രവർത്തിക്കുക. അവ്രകാഹ എന്നതാണ് രണ്ടാമത്തത്, സത്യസന്ധത അല്ലെങ്കിൽ സുതാര്യത പുലർത്തുക. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും സത്യസന്ധത അല്ലെങ്കിൽ സുതാര്യത പുലർത്തുക. അശ്രമിഷ്ടാഹ, കൺസിസ്റ്റന്റ് ഹാർഡ് വർക്ക് ചെയ്യുക. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഹാർഡ് വർക്ക്, ദാറ്റ് ഹാർഡ് വർക്ക് ഷുഡ് ബി കൺസിസ്റ്റന്റ്. ഈ 3 ചേർന്നാൽ അതന്ത്രാസ, ഔരകാഹ, അശ്രമിഷ്ടാഹ, ഉണർന്ന് പ്രവർത്തിക്കൽ, സത്യസന്ധമായി സുതാര്യമായ പ്രവർത്തനം. മൂന്നാമത്തത് അശ്രമിഷ്ടാഹ, കൺസിസ്റ്റന്റ് ഹാർഡ് വർക്ക്. ഇവ 3 കൂടി ചേർന്നാൽ, സമന്വയിച്ചാൽ ആർക്കും തടയാനാകാത്ത ശക്തിയാണ് അത് ജനറേറ്റ് ചെയ്യുക. നമുക്ക് ഈ രത്തൻ ടാറ്റയെ നോക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിജയത്തെ കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. അതുപോലെ സച്ചിൻ ടെണ്ടുൽക്കറെ കുറിച്ച് നോക്കൂ. ജീവിതത്തിൽ വൻ വിജയം നേടിയവരെല്ലാം ഈ 3 കാര്യങ്ങളെ സമന്വയിപ്പിച്ചവരാണെന്ന് നമുക്ക് മനസ്സിലാവും. രത്തൻ ടാറ്റ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഈവനിങ്ങിൽ പോലും, അവസാന ദിവസങ്ങളിൽ പോലും അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് പറയുന്നത് നമ്മൾ കണ്ടു പഠിക്കേണ്ടതാണ് നമ്മുടെ യുവാക്കൾ. അതുകൊണ്ട് സംശയം കൂടാതെ ഈ വേദിക് വിസ്ഡത്തെ നിങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിജയം നിങ്ങളെ തേടിയെത്തും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. തീർച്ചയാണ് നമ്മൾ ആ വഴിയിൽ നമുക്ക് പരിശ്രമിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശുഭദിനം ആശംസിക്കുന്നു. നമസ്തേ.